ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ ഗ്യാസ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് 3mm കട്ടിയുള്ള അലുമിനിയം ഷീറ്റിലെ സ്ക്വയർ ബഡ് ജോയിന്റ് മോണിറ്റർ ചെയ്തതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. അളവുകൾ അനുസരിച്ച് അലൂമിനിയം ഷീറ്റുകൾ തയ്യാറാക്കുക. സ്ക്വയർ ബട്ട് ജോയിന്റ് സജ്ജമാക്കുക. GTAW പ്രോസസ് ഉപയോഗിച്ച് ജോയിന്റ് ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡ് ചെയ്യുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 3mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റ് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പീൻ ഹാമർ, ട്രൈ സ്ക്വയർ, ടോങ്സ്, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡുകൾ, വെൽഡിംഗ് ടോർച്ച്, കീയും സ്പാനറും, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ഗ്യാസ് റെഗുലേറ്റർ കം ഫ്ലോ മീറ്റർ, വെൽഡിംഗ് പവർ സോഴ്സ്, ഷീൽഡിംഗ് ആർഗൺ ഗ്യാസ് സിലിണ്ടർ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഫുഡ് സ്വിച്ച്, സെന്റർ പഞ്ച്. ഇപ്പോൾ GTAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. അലൂമിനിയം ഷീറ്റുകൾ മുറിക്കുക. mm നീളത്തിലും 50mm വീതിയിലും 3mm കനത്തിലും സ്ക്വയർ ബട്ട് ജോയിന്റിൽ ഷീറ്റുകൾ സജ്ജമാക്കുക. വെൽഡിങ്ങിനായി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുക. തുല്യ ഇടവേളകളിൽ ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്യുക. mm യൂണിഫോം റൂട്ട് ഗ്യാപ്പോട് കൂടി. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള വെൽഡിംഗ് പ്രക്രിയ എങ്ങനെ നടത്താമെന്ന് ഇപ്പോൾ നോക്കാം. വെൽഡിംഗ് ടേബിളിൽ സ്ക്വയർ ബട്ട് ജോയിന്റ് സജ്ജമാക്കുക. നൽകിയിരിക്കുന്ന വിവിധ പാരാമീറ്ററുകൾ തിരഞ്ഞെടുത്ത് അവ അനുസരിച്ച് സജ്ജമാക്കുക. അലൂമിനിയം ഷീറ്റുകളുടെ അറ്റങ്ങൾ വൃത്തിയാക്കുക. സർഫസ് ക്ലീനിങ്ങിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രഷ് ഉപയോഗിക്കുക. ടങ്സ്റ്റൺ 2mm ഡയ ഇലക്ട്രോഡ് ഉപയോഗിക്കുക. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കറണ്ട് ക്രമീകരിക്കുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് വെൽഡ് ചെയ്യുക. വെൽഡിംഗ് സമയത്ത് പെനട്രേഷൻ ബീഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അടിവശത്തു നിന്ന് ഒരു ടെമ്പററി ബാക്കിംഗ് നൽകണം. വെൽഡിംഗിലുടനീളം ഒരു യൂണിഫോം ഷോർട്ട് ആർക്ക് നിലനിർത്തുക. വെൽഡിന്റെ അവസാനത്ത് വരുന്ന എൻഡ് ക്രാറ്റർ ഒഴിവാക്കുക.
നമുക്കിപ്പോൾ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3 മില്ലിമീറ്റർ അലൂമിനിയം ഷീറ്റിൽ ഒരു സ്ക്വയർ ബെഡ് ജോയിന്റിന് പിന്തുടരേണ്ട പ്രധാന പോയിന്റുകൾ നോക്കാം. ഇലക്ട്രിക്കൽ കണക്ഷൻ ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ശരിയായ കളർ ലെൻസുകൾ ഉപയോഗിക്കുക. നഗ്ന നേത്രങ്ങളാൽ ആർക്ക് നോക്കരുത്. ശരിയായ വസ്ത്രം ധരിക്കുക. എല്ലായ്പ്പോഴും വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിക്കുക. ലാക്ക് ഓഫ് പെനട്രേഷൻ. cracks. Blowholes. Recap. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് അളവുകൾ അനുസരിച്ച് അലുമിനിയം ഷീറ്റുകൾ തയ്യാറാക്കുക, സ്ക്വയർ ബെഡ് ജോയിന്റ് സജ്ജമാക്കുക, ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് ജോയിന്റ് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡ് ചെയ്യുക, ഏതെങ്കിലും സർഫേസ് ഡിഫെക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.